നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു വീക്കെൻഡിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ജോലിക്കൊന്നും പോകാത്തവർക്ക് ഒരു വീക്കെൻഡിൻ്റെ ആലസ്യമൊക്കെ ഉണ്ടാകും. പക്ഷേ വാർത്തകൾക്ക് ഒരവധിയുമില്ല. ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ, പെൺകുട്ടിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാ വാർത്തകളിലേക്കും കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു കേട്ട ചോദ്യം തന്നെയാണ് ഇന്നും ആ ചോദ്യം തന്നെയാണുള്ളത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ? പെൺകുട്ടി പരാതി കൊടുത്ത അന്ന് മുങ്ങിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് രാഹുൽ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നതാണ് അറിയുന്നത്. തിരുവനന്തപുരത്ത് വരെ രാഹുൽ വന്നിട്ടുണ്ട്, അഭിഭാഷകനെ കണ്ടിട്ടുണ്ട് എന്നറിയുന്നു. വലിയ നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് ഈ പെൺകുട്ടിക്കെതിരെ മാക്സിമം തെളിവുകൾ ഈ അഭിഭാഷകനെ ഉൾപ്പെടെ നേരിൽ കണ്ട് ധരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. സീൽഡ് കവറിൽ കൂടുതൽ തെളിവുകൾ വീണ്ടും കൈമാറിയിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ വരുന്നു. അപ്പോൾ നമുക്കിതൊക്കെ വിശദമായി തന്നെ പരിശോധിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, ഒപ്പം തന്നെ പെൺകുട്ടി നൽകിയ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ, ഇതാണ് നമ്മൾ ഫോക്കസ് 1-ൽ പ്രധാനമായും പരിശോധിക്കുന്നത്. പെൺകുട്ടി ഈ പരാതി നൽകിയപ്പോൾ മുതൽ പെൺകുട്ടിയെ അവഹേളിക്കുന്ന തരത്തിൽ പല രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന പലരും ഈ കാര്യങ്ങളിൽ പല കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അതൊക്കെ വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു വാദം, ഈ പെൺകുട്ടി വിവാഹിതയാണ്. വിവാഹിതയായി നിൽക്കുന്ന പെൺകുട്ടിയെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് കല്യാണം കഴിക്കാൻ പറ്റും? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് പരിശുദ്ധമായിരുന്നു. ആനയാണ്, ചേനയാണ്, മാങ്ങയാണ് തുടങ്ങിയ പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. രാഹുലിനെ അനുകൂലിക്കുന്ന പലരും അത് ഉയർത്തിപ്പിടിച്ച് വലിയ സദാചാര ചർച്ചകൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള മറുപടി ഇന്ന് പെൺകുട്ടി നൽകുന്ന മൊഴിയിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ അക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു. 2024 ഓഗസ്റ്റ് 22-നായിരുന്നു ഈ പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. ആ വിവാഹ ബന്ധം എന്ന് പറയുന്നത് വെറും 4 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നതാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. ഭർത്താവുമായി ഒരുമിച്ച് താമസിച്ചത് 4 ദിവസം മാത്രമാണ്. ആ 1 മാസത്തിനുള്ളിൽ ബന്ധമൊഴിഞ്ഞു. പിന്നീട് 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായി പരിചയപ്പെടുന്നത് എന്നതാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. ഒരു വിവാഹ ബന്ധം അത് തകർന്ന് 5 മാസത്തിന് ശേഷം മറ്റൊരാളെ പരിചയപ്പെട്ടു എന്ന കാര്യമാണ് പെൺകുട്ടി ഇതിൽ പറയുന്നത്. ഭർത്താവ് ഉള്ളപ്പോൾ രാഹുലുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നതായിരുന്നു ഈ കാര്യത്തിൽ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നത്. അപ്പോൾ വിവാഹബന്ധം ഒരു തകർച്ചയിലേക്ക് പോകുന്ന ആദ്യ വ്യക്തിയൊന്നും ആയിരിക്കില്ല ഈ പെൺകുട്ടി. അത്തരം സംഭവങ്ങൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ തകർന്നു പോകുന്ന വിവാഹ ബന്ധങ്ങൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ 4 ദിവസം മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ വിവാഹ ബന്ധം നീണ്ടു നിന്നിരുന്നത്. അതിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ബന്ധം തകർന്ന് 5 മാസത്തിന് ശേഷമാണ് രാഹുലിനെ പരിചയപ്പെടുന്നത് എന്നതാണ് ഈ പെൺകുട്ടി ഈ മൊഴിയിൽ പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന വിശദാംശങ്ങൾ കൂടി വരുമ്പോൾ പ്രേക്ഷകർക്ക് പല സംശയങ്ങൾക്കും മറുപടിയാകും. രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണ് എന്നത് ഈ പെൺകുട്ടി മൊഴിയിൽ പറയുന്നത് നമ്മൾ കേട്ടുകഴിഞ്ഞു. 4 ദിവസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചതെന്ന് പെൺകുട്ടി വ്യക്തമാക്കി. രാഹുലുമായി പരിചയപ്പെടുന്നത് വിവാഹബന്ധം ഒഴിഞ്ഞ് 5 മാസത്തിന് ശേഷമാണ്. വിവാഹിതയ്ക്ക് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകുമെന്ന രാഹുലിൻ്റെ വാദം ഒക്കെ പൊളിച്ചെടുക്കുന്നതാണ് ഈ പെൺകുട്ടിയുടെ മൊഴി എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. യുവതി വിവാഹിതയാണ് എന്ന കാര്യം രാഹുലിന് അറിയുമായിരുന്നില്ല. രാഹുൽ അതറിയാതെയാണ് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെടുന്നത് എന്നതായിരുന്നു രാഹുൽ ഈശ്വർ ഉയർത്തിയ മറ്റൊരു വാദം. പക്ഷേ രാഹുൽ ഈശ്വറിന്റെ ഈ വാദത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജിയിൽ തന്നെ തള്ളിക്കളയുന്നുണ്ട്. ഈ പെൺകുട്ടി വിവാഹിതയാണെന്ന കാര്യം അറിയാം എന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. ഈ വിവാഹിത ആയിരുന്ന സമയത്തുള്ള ഈ പെൺകുട്ടി നേരിട്ട പ്രശ്നങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് പെൺകുട്ടി പങ്കുവച്ചിട്ടുണ്ട്. അത് വിവരിച്ചാണ് തന്നോട് സംസാരിച്ചത് എന്നത് രാഹുൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്.
അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് വിവാഹിതയാണ് എന്ന വിവരം മറച്ചുവെച്ചു എന്ന് പറയുന്ന കാര്യം കളവാണ് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ജാമ്യാപേക്ഷയിൽ സമ്മതിക്കുന്ന കാര്യമാണ്. യുവതി ഗർഭചിത്രത്തിന് വിധേയയായി എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാവുന്നതാണ്. ഈ പുറത്തു വന്ന ശബ്ദം തൻ്റേതാണ് എന്നത് സമ്മതിക്കുന്നുണ്ട്. അത് നല്ല ബന്ധത്തിലായിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പല സംഭാഷണങ്ങളും പുറത്തുവിട്ടു എന്ന നിലയിലാണ് ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ ന്യായീകരണവുമായി എത്തിയവർ, ഇത് AI വീഡിയോ ആണ് എന്ന് പറഞ്ഞവർ, ഇത് AI ഉപയോഗിച്ച് ഉണ്ടാക്കിയ ശബ്ദരേഖയാണ് എന്ന് പറഞ്ഞവർ, ഫേക്കാണ് ഈ വാട്സപ്പ് സന്ദേശങ്ങൾ എന്ന് പറഞ്ഞവർ, വിവാഹിതയാണ് ഈ പെൺകുട്ടി എന്ന കാര്യം മറച്ചുവെച്ചു എന്ന് പറഞ്ഞവർ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ച എല്ലാവരെയും വെട്ടിലാക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഈ ന്യായീകരണ തൊഴിലാളികൾ ന്യായീകരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എന്നത് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. അപ്പോൾ വിവാഹിതയായിരുന്നു എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ആ പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, അവരുടെ ഒരു ജീവിതത്തിലുണ്ടായ വിവാഹ തകർച്ച എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയായിരിക്കും. ആ അവസ്ഥയെ എങ്ങനെ മുതലെടുത്തു ഈ വ്യക്തി എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യ വിവാഹത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ സാഹചര്യത്തിൽ നിന്ന് അവർ മുക്തയാകുന്നതിന് മുൻപായിരുന്നു ഈ ബന്ധം സ്ഥാപിച്ചത് എന്നത് വ്യക്തമായിരിക്കുകയാണ്. ഈ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരിയുടെ ആരോപണം വ്യാജവും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്നതാണ് രാഹുൽ ഉയർത്തുന്ന മറ്റൊരു വാദം. അപ്പോൾ കേസിന് പിന്നിൽ CPM BJP ബന്ധമുണ്ട് എന്നതും പ്രധാന വാദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്നു. ഫേസ്ബുക്ക് വഴി പരാതിക്കാരിയാണ് താനുമായി സൗഹൃദം സ്ഥാപിച്ചതെന്നും ഈ ബന്ധത്തിനിടയിൽ ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നതുമാണ് രാഹുൽ സമ്മതിക്കുന്നത്. ഗർഭിണിയാണ് എന്നത് വ്യാജ ആരോപണമാണെന്നും താനുമായുള്ള എല്ലാ ചാറ്റും റെക്കോർഡ് ചെയ്ത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അത് ഉപയോഗിച്ചതെന്നുമാണ് രാഹുലിന്റെ വാദം. പരാതിക്കാരി സ്വയമാണ് മരുന്ന് കഴിച്ചതെന്നും ഭർത്താവിനൊപ്പം താമസിക്കുന്ന യുവതി ഗർഭിണിയാണെങ്കിൽ അതിന് ഉത്തരവാദി ഭർത്താവാണെന്നുമാണ് രാഹുൽ വാദിക്കുന്നത്. എന്തായാലും രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഈ രാഹുലിന്റെ ഈ വാദങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം സമ്മതിക്കുന്ന രാഹുലിനെയാണ് നമ്മൾ കാണുന്നത്. ശബ്ദം തൻ്റേതാണ് എന്ന് രാഹുൽ പറയുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അപ്പോൾ ആ ശബ്ദത്തിൽ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ഭാഗങ്ങൾ, അതും ഉത്തരവാദിത്തം രാഹുൽ ഏറ്റെടുക്കുകയല്ലേ? എനിക്ക് കൊല്ലണമെങ്കിൽ എത്ര എളുപ്പത്തിൽ സാധിക്കും എന്ന് പറയുന്ന ഭീഷണിയുടെ സ്വരവും തൻ്റേത് തന്നെയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുകയല്ലേ എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. തന്നെ കുടുക്കാനായി യുവതി ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തു എന്നതാണ് രാഹുൽ സൂചിപ്പിക്കുന്നത്. തന്നെ കുടുക്കാനായി, ഇത് സ്വാഭാവികമായി ഉണ്ടായ സംസാരത്തിലെ സംഭാഷണമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ ഉദ്ദേശം എന്തോ ആയിക്കൊള്ളട്ടെ, ആ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നതാണ് അത് എന്നത് വ്യക്തമാണല്ലോ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തിയാണ്, അത് സമ്മതിക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ ആ കുട്ടി ഗർഭിണിയാവുകയും ചെയ്ത കുട്ടിയോട് ഒരു മനസാക്ഷിയും ഇല്ലാതെ സംസാരിച്ചു എന്നത് തന്നെയാണ് രാഹുലിനെതിരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നതാണ് രണ്ടാമത്തെ രാഹുൽ ചെയ്തിരിക്കുന്ന തെറ്റ്, കുറ്റം. അപ്പോൾ ഇത് രണ്ടും രാഹുൽ തന്നെ അതിൽ സമ്മതിക്കുന്നു എന്നത് മനസ്സിലാക്കണം. കേൾക്കുന്നവരും വാദിക്കുന്നവരും മനസ്സിലാക്കണം എന്നത് മാത്രമാണുള്ളത്. കുഞ്ഞ് വേണം എന്നത് രാഹുലിന്റെ ആവശ്യമായിരുന്നു എന്നും ഈ രാഹുൽ പിൽസ് കഴിക്കാൻ പോലും ആ പെൺകുട്ടിയെ അനുവദിച്ചിരുന്നില്ല എന്നതും വാട്സപ്പ് ചാറ്റിന്റെ രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്രയുമൊക്കെ താൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ വാട്സപ്പ് ചാറ്റുകളുടെ ഉത്തരവാദിത്വവും രാഹുലിന്റെ പക്കൽ വരികയാണ്. നല്ല ബന്ധത്തിൽ ഒരാൾ തുടരുമ്പോൾ പറയുന്ന ഭീഷണി ഇതാണ് എങ്കിൽ എന്തായിരിക്കും ആ പെൺകുട്ടി അനുഭവിച്ച
മറ്റ് ബുദ്ധിമുട്ടുകൾ എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ സംഭാഷണങ്ങളൊക്കെ നല്ല ബന്ധത്തിലുണ്ടായിരുന്നപ്പോൾ റെക്കോർഡ് ചെയ്ത് ദുരുപയോഗിക്കുകയാണ് എന്നതാണല്ലോ രാഹുലിന്റെ ആരോപണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയമുണ്ടാകുന്നത്. വിവാഹിതയാണെന്ന് അറിയാതെയാണ് എന്ന വാദം ഇതിനോടകം പൊളിഞ്ഞു എന്നത് ഞാൻ സൂചിപ്പിച്ചു. വിവാഹിതയാണെന്ന് അറിഞ്ഞാണ് യുവതിയുമായി സൗഹൃദത്തിലായതെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ സ്ഥിരീകരിക്കുന്നതോടെ ആ വാദവും പൊളിയുകയാണ്. യുവതിയുമായുള്ള ബന്ധം ബലാത്സംഗ പരാതിയിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ചയാണ് പരിഗണിക്കാനിരിക്കുന്നത്. രാഹുൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിലാണ് എന്ന വാർത്തകളുണ്ട്. അതല്ല തിരുവനന്തപുരത്ത് വന്ന് എന്നതിന്റെ വാർത്തകളുണ്ട്. തിരുവനന്തപുരത്ത് തുടരുന്നുണ്ടോ അതോ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രാഹുലിന്റെ ഫോൺ ടവർ ലൊക്കേഷനുകൾ ഇപ്പോൾ പാലക്കാടാണ്. രാഹുലിന്റെ ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റും ഒക്കെ പാലക്കാട് തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ എവിടെയാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് വ്യക്തതയില്ലാത്തത്. അതിനിടയിൽ ഒരു മൂവ് കൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. അത് സീൽ ചെയ്ത കവറിൽ കുറേയധികം തെളിവുകൾ ഈ പെൺകുട്ടിക്കെതിരായി ഇപ്പോൾ അഭിഭാഷകനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം അഭിഭാഷകനല്ല, ജില്ലാ കോടതിയിൽ സീൽഡ് കവറിൽ രേഖകൾ നൽകി എന്നതാണ് മനസ്സിലാക്കുന്നത്. 9 തെളിവുകളാണ് ഈ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അഭിഭാഷകൻ മുഖേന കൈമാറിയിരിക്കുന്നത്. യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവി രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ യുവതിയെ പ്രേരിപ്പിച്ചു എന്നതിനുള്ള തെളിവുകൾ ഉൾപ്പെടെയുണ്ട്. പെൻഡ്രൈവിലാണ് ഈ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ കൈമാറിയിട്ടുള്ളത് എന്നതാണ് വ്യക്തമാകുന്നത്. ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുണ്ടെന്നതാണ് മനസ്സിലാക്കുന്നത്. ബലാത്സംഗം നടന്നെന്ന് പറയുന്ന കാലത്ത് ഭർത്താവിനൊപ്പമാണ് യുവതി താമസിച്ചത് എന്നതിനുള്ള തെളിവുകളും രാഹുൽ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് വിവരം. അപ്പോൾ പെൺകുട്ടിക്കെതിരായ കൂടുതൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സമാഹരിക്കുകയും അത് സീൽഡ് കവറിൽ ഇപ്പോൾ കോടതിക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രശ്നം ഉണ്ടായി 3 മാസത്തെ സമയമെടുത്തതിന് ശേഷമാണ് ഇത്തരം ഒരു പരാതി വരുന്നത്. ആ സമയം ആ പെൺകുട്ടി അനുഭവിച്ചത് വലിയ ബുദ്ധിമുട്ടുകളാണ്. ആ പെൺകുട്ടിയുമായി രാഹുൽ അതിനുശേഷവും ഈ പരാതി വന്നതിന് ശേഷവും ആശയവിനിമയത്തിന് ശ്രമിച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെ സമാഹരിച്ച തെളിവുകളാണ് രാഹുൽ ഇപ്പോൾ ഹാജരാക്കിയിട്ടുള്ളത് എന്നതറിയില്ല. നമുക്കറിയാം ഈ പ്രതിയെ സംബന്ധിച്ച് 3 മാസത്തെ കാലയളവ് ഈ ആരോപണം ഉയർന്നതിന് ശേഷം ലഭിച്ചിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനുള്ള വിവരശേഖരണത്തിനോ അല്ലെങ്കിൽ ഫേക്കായിട്ടോ അല്ലാതെയോ ഒക്കെ വിവരങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെയുള്ള മതിയായ ഒരു സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. MLA സ്ഥാനത്ത് തുടരുന്ന വ്യക്തിയാണ്. ആ പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കളെടുത്ത നിലപാടുകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അധികാരം ഏതൊക്കെ തരത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന സംഘത്തിലെ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് ഈ 3 മാസക്കാലം നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുനിന്ന് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് തെളിവുകൾ എന്നത് നമുക്കറിയില്ല. എന്തായാലും സീൽഡ് കവറിൽ അത് കോടതിക്ക് കൈമാറിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു അറസ്റ്റ് ഒഴിവാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിയമപരമായി തേടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. അതിന് കൃത്രിമമായിട്ടുള്ള വഴികളും തേടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് വ്യക്തതയില്ല. എന്തായാലും അതൊക്കെ ഇപ്പോൾ സീൽഡ് കവറിൽ കോടതിയുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മറ്റൊരു സംശയം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചിട്ട് ഇത് 3ാം ദിവസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന സൂചനകളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് എന്ന വിവരങ്ങൾ വന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ടില്ല. പാലക്കാട്ടോ തിരുവനന്തപുരത്തോ ഉണ്ട് എന്നതിൻ്റെ വിവരങ്ങളാണ് വരുന്നത്. നിശ്ചയമായും തിരുവനന്തപുരത്ത് വന്ന് മടങ്ങി എന്നതിൻ്റെ സൂചനകളുണ്ട്. അഭിഭാഷകനെ നേരിൽ കണ്ട് തന്നെ വിവരങ്ങൾ ധരിപ്പിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങിയത് എന്നതാണ് മനസ്സിലാകുന്നത്. ആ സാഹചര്യത്തിൽ തലസ്ഥാനത്ത് ഈ അന്വേഷണ സംഘത്തിന്റെ കൺമുന്നിൽ വന്ന് മടങ്ങിപ്പോയതിനു ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ്. ഈ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയും സാഹചര്യങ്ങളുമൊക്കെ അന്വേഷണ സംഘം ഒഴിവാക്കിയിരുന്നു. പക്ഷേ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അറസ്റ്റ് വൈകുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. പല വിധത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുമൊക്കെ അതിന് കാരണമാകുന്നുണ്ടോ എന്ന സംശയമുണ്ട്. നമുക്കറിയാം പല ലൈംഗിക പീഡന കേസുകളുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ നോക്കിയാൽ അന്വേഷണ സംഘം ഈ പ്രതികൾക്ക് അവർക്ക് മുൻകൂർ ജാമ്യം തേടാനുള്ള അവസരം നൽകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല കോടതികളിൽ
എത്തി മുൻകൂർ ജാമ്യം തേടി ഈ പ്രതികൾ സേഫ് ആകുന്നത് വരെ അന്വേഷണ സംഘം ഉറക്കം നടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സമാനമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്ന സംശയം ഉണ്ടായി പോകുന്നുണ്ട് ഈ കാര്യങ്ങൾ കാണുമ്പോൾ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ടില്ല, ഇവിടെയൊക്കെ തന്നെ വിലസുന്നുണ്ട്, അഭിഭാഷകരെ കാണുന്നുണ്ട്, പെൺകുട്ടിയെ കൊടുക്കാനുള്ള കൂടുതൽ തെളിവുകൾ എത്തിക്കുന്നുണ്ട്. അത് കോടതിക്ക് സീൽഡ് കവറിൽ കൈമാറിയിട്ടുണ്ട്. ഏത് വിധേനയും ഒരു മുൻകൂർ ജാമ്യം തേടുക എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം എന്നത് മനസ്സിലാകുന്നു. അപ്പോൾ അതിന് പരമാവധി സമയം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുക എന്നതാണോ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് എന്ന സംശയം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിൽ രണ്ടഭിപ്രായമുണ്ട് എന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പല നേതാക്കൾ പല അഭിപ്രായമാണ് പറയുന്നത്. ചിലർ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രംഗത്ത് വരുമ്പോൾ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും പോലെയുള്ള നേതാക്കൾ അതിശക്തമായി ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അഭിപ്രായ ഭിന്നത കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എടുത്ത നടപടികൾ നടപ്പാക്കാൻ പറ്റാതെ പോയത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിലും ആ നിലപാടിലെ വൈരുദ്ധ്യം കൂടുതൽ നിഴലിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ വന്നിട്ടുള്ള മുഖപ്രസംഗമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടോടെയായിരുന്നു വീക്ഷണത്തിന്റെ ഈ മുഖപ്രസംഗം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-ൽ പടർന്നു പിടിക്കുന്ന അതിസാരവും ഛർദിയുമാണ് എതിരാളികൾക്കെതിരെയുള്ള വ്യാജമായ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിലെന്ന ആരോപണമാണ് ഈ വീക്ഷണം മുഖപ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ന്യായീകരിക്കുന്ന ഒരു മുഖപ്രസംഗം. CPM-ന്റെ ഗൂഢാലോചനയാണ് ഇത് എന്നത് വരുത്തി തീർക്കുന്നു. അതിന്റെ ഇരയാണ് രാഹുൽ എന്ന മുഖപ്രസംഗം പറയുന്നു. കഴുത്തോളം മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്ന CPM കോൺഗ്രസിന്റെ കുപ്പായത്തിൽ തെറിച്ച ചാണകത്തുള്ളി കണ്ട് മൂക്കുപൊത്തുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ സദാചാര പ്രസംഗം നടത്തുന്നതെന്നാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-ൽ പടർന്നു പിടിക്കുന്ന അതിസാരവും ഛർദിയുമാണ് എതിരാളികൾക്കെതിരെയുള്ള വ്യാജമായ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് വീക്ഷണം ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി CPM രാഷ്ട്രീയ പ്രതിയോഗികളെയും അവരുടെ നിരപരാധികളായ കുടുംബത്തെയും കണ്ണീര് കുടിപ്പിക്കുകയും സമൂഹത്തിന് മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്ത ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. 1996-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവിനെ ലക്ഷ്യം വെച്ച് സൂര്യനെല്ലി പീഡന കേസ് ഉയർത്തിയത്, 2006-ലെയും 2011-ലെയും തെരഞ്ഞെടുപ്പിൽ ഐസ്ക്രീം പാർലർ കേസ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവിനെതിരെ കൊണ്ടുവന്നത്, ഇതൊക്കെ ഈ ഗൂഢാലോചനയുടെ ഉദാഹരണങ്ങളായിട്ട് ഈ മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നു. ആ ഗൂഢാലോചന പരമ്പരയിലെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ഈ മുഖപ്രസംഗം പറയുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF-നെയും BJP-യെയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു രാഹുൽ ചെയ്ത കുറ്റമെന്നതാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. മാത്രമല്ല രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരു പറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് CPM ഭീതിയോടെ കാണുന്നുണ്ട്. മറ്റു പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുഗുണത്തെ ചവിട്ടിയരച്ച് കുലമൊടുക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയും വ്യക്തിഹത്യയുടെയും ലക്ഷ്യമെന്നും വീക്ഷണം വിമർശിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന മാത്രമാക്കി മാറ്റുന്ന ഒരു മുഖപ്രസംഗം വീക്ഷണം പത്രത്തിൽ വന്നിരിക്കുന്ന സാഹചര്യം അതെങ്ങനെയുണ്ടായി? ഇതൊരു കരുതിക്കൂട്ടിയുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സംഭവം മാത്രമാക്കി എങ്ങനെയാണ് ഒരു മുഖപ്രസംഗം എഴുതാൻ കഴിയുക എന്ന സ്വാഭാവികമായ സംശയം ഇവിടെ ഉയരും. ഇത് ആ പാർട്ടിയുടെ നിലപാടാണോ? മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അയാളുടെ ജാമ്യ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ഈ പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടായിരുന്നു, വിവാഹിതയാണ് എന്നറിഞ്ഞിട്ട് തന്നെയായിരുന്നു സൗഹൃദം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമ്മതിക്കുന്നു. ശബ്ദം തൻ്റേതാണ് എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട്. ആ ശബ്ദം അതിൽ ഭീഷണിയുണ്ട്, ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. അവരുടെ ബന്ധത്തെയോ അവർ തമ്മിലുള്ള ഇഷ്ടത്തെയോ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനെയോ ആരും ഇവിടെ എതിർക്കുന്നില്ല. അതിനപ്പുറം ആ പെൺകുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പിന്നീട് നടന്ന സംഭവങ്ങളിൽ മാത്രമാണ് ഇതിൽ മറ്റുള്ളവർ തെറ്റ് കാണുന്നതും അവിടെ മാത്രമാണ് തെറ്റുള്ളതും. അപ്പോൾ ആ തെറ്റ്
രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് എന്നത് അയാളുടെ തന്നെ ജാമ്യ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. ഈ പെൺകുട്ടിയുടെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദം, ആ ശബ്ദം തൻ്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പറഞ്ഞിട്ടില്ല, ജാമ്യാപേക്ഷയിൽ പോലും പറയുന്നില്ല. ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ശബ്ദം നമ്മൾ കേട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിൽക്കെ ഇതെങ്ങനെയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ ഗൂഢാലോചന നടത്താൻ കഴിയുക എന്ന സംശയം സ്വാഭാവികമായും ഉയരില്ലേ? എങ്ങനെയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് MLA കൊണ്ട് ഒരു പെൺകുട്ടിയെ പ്രണയിപ്പിച്ചോ അല്ലെങ്കിൽ പ്രണയം നടിപ്പിച്ചോ അവരിൽ ഗർഭമുണ്ടാക്കിയോ അത് അലസിപ്പിച്ചോ ഒരു ഗൂഢാലോചന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നടത്താൻ കഴിയുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുന്നത്, അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്നത് എന്ന ഏതൊരു സാധാരണ മനുഷ്യന്റെയും സംശയം ഇവിടെ ഉയരില്ലേ? പിന്നെ എങ്ങനെയാണ് അതിനെ ആ രീതിയിൽ ചിത്രീകരിക്കാൻ കഴിയുക? അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് എന്ത് നേട്ടം ആർക്കുണ്ടാക്കാൻ കഴിയും? അപ്പോൾ എങ്ങനെ ഈ വിഷയത്തെ സമീപിക്കണം എന്നത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ പലർക്കും യാതൊരു ധാരണയുമില്ല എന്നതാണ് വ്യക്തമാകുന്നത്. ഇത് സ്വാഭാവികമായും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഉപയോഗിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിനാണ് ഇങ്ങനെ ഒരു അവസരം ഉയർന്നു കിട്ടുന്നതെങ്കിൽ കോൺഗ്രസ് സ്വാഭാവികമായും ആ വിഷയം ഉന്നയിക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നെ മുകേഷ് MLA കുറിച്ച് പൊതുവേദിയിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് എന്താണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരേ സമയം പലർക്ക് ഫോണിലൂടെ അല്ലെങ്കിൽ നേരിട്ടുമൊക്കെ ഇമാതിരി പരിപാടികൾ ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സദാചാരം മുകേഷിനെ പഠിപ്പിക്കാൻ പോയതിന്റെ നിരവധി വീഡിയോകൾ മാധ്യമങ്ങളുടെ പക്കൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ കോൺഗ്രസ് ആണെങ്കിലും ഉപയോഗിക്കും, കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണെങ്കിലും ഉപയോഗിക്കും. ആ ഒരു കാര്യം ഇപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതിനെ എങ്ങനെ രാഷ്ട്രീയ ഗൂഢാലോചനയാക്കി കാണിക്കാൻ പറ്റും എന്ന സ്വാഭാവികമായ സംശയമാണ് ഉയരുന്നത്. എന്തായാലും വീക്ഷണം മുഖപ്രസംഗം പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചമൊരുക്കി അതിനെ ന്യായീകരിച്ച് ഇതൊരു വെറും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു. പക്ഷേ ഇതിനെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഈ ആശയക്കുഴപ്പം കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന്റെ തുടക്കം മുതലുണ്ട്. ഈ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി എത്രമാത്രം അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തിയാണ് എന്നത് നമുക്കറിയാം. ആ ഒരു ബ്രിഗേഡിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അവർക്കൊരാളായി അവർക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് VD സതീശൻ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വരെ VD സതീശന് പങ്കുണ്ട് എന്നത് നമുക്കറിയാം. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ VD സതീശൻ തന്നെ രംഗത്ത് വരുന്നത് പാർട്ടിയിൽ ഉൾപ്പെടെ ഉയർന്ന നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ്, പാർട്ടി തന്നെ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രമേശ് ചെന്നിത്തല ഇന്നലെയും അത് ആവർത്തിച്ച് പറഞ്ഞതാണ്. അപ്പോൾ മറ്റൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ കണ്ടെത്തുന്നത്? പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും പോലെയുള്ള നേതാക്കൾ പോലും അക്കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിരിക്കെ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന വെറും വാദമുയർത്തി കൂടുതൽ അപഹാസ്യരാവുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ മുഖപ്രസംഗത്തിലും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതേ അബദ്ധമാണ്. ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ അത് പഠിച്ച് മനസ്സിലാക്കി സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് ആ ബോധ്യത്തിൽ നിന്ന് എടുത്ത നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെന്ന് ആവർത്തിച്ച് നേതാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത്. ഈ രാഹുലിന് അനുകൂലമായ മുഖപ്രസംഗം അത് എഴുതിയവരോട് പോയി ചോദിക്കൂ എന്നതായിരുന്നു VD സതീശന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി കൂട്ടായ നടപടിയാണ് എന്നതും VD സതീശൻ ഇന്ന് ആവർത്തിച്ചു. എഴുതിയ മുഖപ്രസംഗത്തിന്റെ അകത്ത് പറയുന്നത് ഇത് CPM-ന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ്. അവരോട് എഴുതിയവരോട് ചോദിച്ചോ, എനിക്കറിയില്ല. എല്ലാവരും കൂടി K സുധാകരൻ പറയുന്നത് അദ്ദേഹം ഇത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. വേറെ വല്ലതും ഉണ്ടോ? അപ്പോൾ ഇതാണ് VD സതീശന് ആ വിഷയത്തിൽ പറയാനുള്ള നിലപാട്. അദ്ദേഹം ആദ്യം മുതൽ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നത് നമുക്ക് കാണാം. ഒപ്പം രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടി നിലപാടിനെതിരാണ് വീക്ഷണത്തിലെ ലേഖനമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം പാർട്ടി നിലപാടെടുത്ത ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ സാഹചര്യം പോലും മനസ്സിലാക്കാതെ വന്ന ലേഖനമായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷനും ആ നിലപാട് തന്നെ മുന്നോട്ട് വെക്കുന്നു.
അതേ പരാതി നിയമാനുസൃതമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ കുറേ നാളായിട്ട് കേരളത്തിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഇത് KPCC അധ്യക്ഷൻ പരാതി ലഭിച്ചു എന്നറിഞ്ഞ സമയത്ത് പറഞ്ഞ ബൈറ്റാണ്. ഇന്നത്തെ ബൈറ്റ് അല്ല നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും KC ജോസഫും ഈ വീക്ഷണം മുഖപ്രസംഗത്തെ തള്ളിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത്. രാഹുലിനെതിരെ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് എന്ന കാര്യം രമേശ് ചെന്നിത്തല ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. താൻ അന്ന് വിദേശത്തായിരുന്നു, തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ശേഷമായിരുന്നു ഈ നടപടിയെടുത്തത് എന്നതാണ് ചെന്നിത്തല പറയുന്നത്. ശബരിമല വിഷയം മറയ്ക്കാനാണ് നിലവിലെ ഈ നടപടികൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ വിവാദങ്ങൾ എന്നതാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിപക്ഷ നേതാവിനും അന്നത്തെ KPCC പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി. അന്ന് ആ സന്ദർഭത്തിൽ പാർട്ടി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. പാർട്ടി എന്ന നിലയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചു. പാർട്ടി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, നിയമസഭ കൂടിയപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തു. ഇത് ശബരിമല കേസ് ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ബോധപൂർവമായ ഒരു നീക്കം ഇവിടെ നടക്കുകയാണ്. എല്ലാ ദിവസവും ഇത് തന്നെ ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. അപ്പൊ അത് ശബരിമല ഇഷ്യൂവിനെ കാമോഫ്ലാഗ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇഷ്യൂ പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ കേസ്. ലെറ്റ് ദ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. കൃത്യമായും എന്താണോ നേരത്തെ പറഞ്ഞിരുന്ന നിലപാട്, അതിൽ രമേശ് ചെന്നിത്തല ഉറച്ചു നിൽക്കുകയാണ്. ഇതൊരു വ്യക്തിപരമായ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യക്തിപരമായ വിഷയം എന്ന നിലയിലായിരുന്നു ഇത് കാണേണ്ടിയിരുന്നത്. കോൺഗ്രസ് പാർട്ടി അതിന് ഉതകുന്ന നടപടികൾ നേരത്തെ തന്നെ സ്വീകരിച്ചതായിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ, പാർട്ടിയും നേതാക്കളും ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ കോൺഗ്രസിന് ഒഴിവാക്കാവുന്നതുമായിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം പേരെണ്ടുന്ന ബാധ്യതയെ ഉണ്ടാകുമായിരുന്നുള്ളൂ. പക്ഷേ അവിടെ ചില നേതാക്കൾക്ക് കാലിടറി, അല്ലെങ്കിൽ ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ പോയി അവർക്ക് വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞു. അത് സ്വന്തം അനുഭവങ്ങളുടെയും സ്വന്തം പെരുമാറ്റത്തിന്റെയും സ്വന്തം സ്വഭാവ ഗുണത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിലായിരിക്കും ഓരോരുത്തരും ഓരോ വിഷയങ്ങളിൽ നിലപാടെടുക്കുന്നത്. അങ്ങനെ അഭിപ്രായം പറഞ്ഞ നേതാക്കളാണ് കോൺഗ്രസിന് ഇപ്പോഴത്തെ ഈ അവസ്ഥ വരുത്തിവെച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി മുൻ KPCC അധ്യക്ഷനാണ്, K സുധാകരനാണ്. ഈ പരാതി വരുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്ത്, പരാതിക്കാരി എത്തുന്നതിന് മുൻപുള്ള സമയത്ത് ആ വിഷയത്തിൽ അനാവശ്യ നിലപാട് പറഞ്ഞ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയതിലെ വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ആ നിലപാട് തിരുത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റ് പറ്റിയെന്ന് K സുധാകരൻ MP ഇന്ന് പറഞ്ഞു. അത് തിരുത്തലല്ല, സ്വാഭാവികമായും വേണ്ടി വന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ഇതുപോലെ എത്രയോ ആളുകൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയാണ്. മുൻപും ഇതുപോലെ മോശപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഇനിയും അത് തുടർന്നു പോകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണമാണോ? അപ്പോൾ മുൻപ് അങ്ങനെയുള്ളവർ വീണ്ടും രാഷ്ട്രീയത്തിൽ തുടർന്നു എന്നത് ഇപ്പോഴും രാഹുൽ പുതിയ തലമുറയെയും അതിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നതിന് ഒരു റീസണാക്കി അവതരിപ്പിക്കുകയാണ് മുൻ KPCC അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തായാലും ആ വിഷയം എന്താണെന്നോ അതിന്റെ ഗൗരവം എന്താണെന്നോ മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതേ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ആ കേസിൽ നടക്കട്ടെ, ഏതായാലും കേസ് എടുത്തില്ലേ, ഈ കേസിന്റെ അന്വേഷണം പോട്ടെ, അതനുസരിച്ച് എന്താ കാര്യങ്ങൾ നടക്കുന്നത് അത് നമുക്ക് ഫേസ് ചെയ്യാം. അല്ല, അത് ബോധപൂർവമാണ് കിട്ടുന്ന ഒരു അവസരം അവർ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, പക്ഷേ ഈ ഗവൺമെന്റ് നമുക്കെതിരായിട്ടുള്ള കോൺഗ്രസിനെതിരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ അപമാനിച്ചും അവർക്കെതിരായി കേസുകൾ എടുത്തും പാർട്ടിക്ക് മുമ്പ് പാർട്ടിയുടെ ഇമേജ് തകർച്ചയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. അവരുടെ കാര്യം അവർ നടത്തട്ടെ. രണ്ട് അഭിപ്രായം, ഒറ്റ അഭിപ്രായം കൂടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇപ്പോൾ വന്നിട്ടുള്ള ഈ സംഭവങ്ങൾ അത് പ്രതിരോധത്തിലാക്കുന്നത്, ഈ വിവരം അറിഞ്ഞതിന് ശേഷവും രാഹുലിനെ പിന്തുണച്ച, രാഹുലിന് വീണ്ടും സജീവമാകാൻ അവസരമൊരുക്കി കൊടുത്ത, രാഹുലിനെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കേണ്ടതില്ല എന്ന്
ബോധ്യപ്പെടുത്തിയ വ്യക്തികൾക്ക് കൂടി വന്നു ചേരുന്ന പഴിയാണ് ഇപ്പോഴുയരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഷാഫി പറമ്പിലാണ്. പക്ഷേ പുറമേക്ക് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഷാഫി പറമ്പിൽ ഒരു ഘട്ടത്തിലും നടപടികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ല എന്നത് പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നതാണ് പറയുന്നത്. വ്യക്തിപരമായ അടുപ്പം ഒരു ഘട്ടത്തിലും തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നുകൂടി ഷാഫി പറമ്പിൽ പറയുന്നു. ഞാൻ നിങ്ങൾ ചോദിക്കാൻ എന്താ ചോദിക്കാൻ പോണെന്ന് എനിക്കറിയാം. അതിനകത്ത് സംബന്ധിച്ച് ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ എൻ്റെ പ്രതികരണം അറിയിച്ചതാണ്. കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു ലീഗൽ പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അതെടുക്കേണ്ട നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാവുന്നത് നിയമപരമായ കാര്യങ്ങളാണ്. അതിനെ തടസ്സപ്പെടുത്താനും ഞങ്ങളാരും ഇല്ല. അത് നിയമവഴിയിൽ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങട്ടെ. അതിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങൾ പറയും ചെയ്യും. എന്തെങ്കിലും പറയേണ്ടതോ ചെയ്യേണ്ടതോ ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു ഡയറക്ഷൻ അത് നിങ്ങളോടും ഞങ്ങളോടും ഒക്കെ സംസാരിക്കും. നിയമപരമായി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണോ വേണ്ടെന്നത് അയാളല്ലേ പ്രതികരിക്കേണ്ടത്. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം പാർട്ടിയാരോട് ഒളിവിൽ കഴിയാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഇനിയിപ്പം വ്യക്തിപരമായ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് നിയമവഴി എങ്ങനെ ചെയ്യേണ്ടത്. അത് അവർ ചെയ്തോട്ടെ. കോൺഗ്രസ് പാർട്ടി ഇനി ഫർദർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം പറഞ്ഞ ശേഷം അത് അറിയിക്കാം. താങ്ക് യു. എങ്ങനെയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണ വിധേയനായിരിക്കുന്ന ഘട്ടത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സജീവമായത് എന്നതിന്റെ കൂടി മറുപടി ഷാഫി പറമ്പിൽ പറയണമായിരുന്നു. വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടുന്ന വിഷയം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടികൾ അതുവഴി നടപ്പാവുകയായിരുന്നു എങ്കിൽ ഈ ന്യായീകരണം നിലനിൽക്കുമായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരിക്കുന്നത് കണ്ണാടി പഞ്ചായത്തിലെ പ്രചരണത്തിനിടയിൽ നിന്നാണ്. അവിടെ സ്ഥാനാർത്ഥികൾക്കൊപ്പമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അവിടെ എല്ലാത്തിലും കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. ആ ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞ ഈ ന്യായീകരണം വിലപ്പോകുമോ എന്നതറിയില്ല. രാഹുലിനെ ആരും ന്യായീകരിച്ചിട്ടില്ല എന്നതാണ് KC വേണുഗോപാൽ പറയുന്നത്. ഈ UDF കൺവീനർ അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. നമ്മൾ വിശദമായി തന്നെ ആ കാര്യങ്ങളിൽ സംസാരിച്ചതാണ്. വ്യക്തിപരമായ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്ത കാര്യം ന്യായീകരണം എന്ന് പറഞ്ഞ അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞത് ഈ AI വീഡിയോ ആണ് എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അത് ഒരു ഘട്ടത്തിലും നിഷേധിച്ചിട്ടുണ്ടായിരുന്നില്ല. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇത് തന്റെ വോയിസ് തന്നെയാണ് എന്നത് സ്ഥിരീകരിക്കുന്നതുമുണ്ട്. അപ്പോൾ എത്ര പച്ചക്കള്ളമാണ് ഒരു പരിശോധനയും നടത്താതെ UDF കൺവീനറായിരുന്ന അടൂർ പ്രകാശ് വിളിച്ചു പറഞ്ഞത്. ഇന്നലെ അദ്ദേഹം പിന്നെയും അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവ്, ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ രമേശ് ചെന്നിത്തല എന്നിവർ ഇത് പാർട്ടി അവർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത നടപടിയാണ് എന്ന് പറയുമ്പോഴാണ് ഈ പച്ചക്കള്ളം മാധ്യമങ്ങൾക്ക് മുന്നിൽ അടൂർ പ്രകാശ് വിളിച്ചു പറഞ്ഞത്. ആ വിളിച്ചു പറഞ്ഞതിനെ തള്ളി പറയാതെ ആരും ന്യായീകരിച്ചിട്ടില്ല എന്ന ഒരു നിലപാടാണ് KC വേണുഗോപാൽ ഇപ്പോൾ ഇതിനോട് സ്വീകരിച്ചത്. അദ്ദേഹത്തെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണയായിട്ട്. പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താൽ പാർട്ടി സ്ഥാനങ്ങളിൽ ഇപ്പൊ തൽക്കാലം അല്ല, അങ്ങനെ ആരും ന്യായീകരിക്കില്ല കോൺഗ്രസിന്റെ ആരും. ഇപ്പോൾ ഈ വിഷയം എന്തായാലും രാഷ്ട്രീയമായി വലിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ സ്വാഭാവികമായും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുക. അതുതന്നെ CPM ചെയ്യുന്നു, ഇടതുപക്ഷം ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ജീർണതയുടെ വിഷയമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഭിന്നതയാണെന്ന് അദ്ദേഹം പറയുന്നു. രാഹുലിന്റെ രാജി എന്നത് നാടിന്റെ ആവശ്യമാണ് എന്നതാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഒപ്പം കോൺഗ്രസിനെ പരിഹസിച്ച് V ശിവൻകുട്ടി രംഗത്ത് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് AICC ആസ്ഥാനത്താണോ എന്നതാണ്, അതോ KPCC ആസ്ഥാനത്താണോ, DCC ഓഫീസിലാണോ എന്നൊക്കെയുള്ള ചോദ്യമാണ് V ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം എന്നതാണ് V ശിവൻകുട്ടി പറയുന്നത്. കോൺഗ്രസിന്റെ മൂല്യത്തകർച്ചയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് CPM നേതാവ് EP ജയരാജൻ പറഞ്ഞു. രാഹുലിന്റേത് സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന നിലപാടാണ് എന്നതാണ് EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസ് ടൈം സിൻഡിക്കേറ്റിന്റെ പിടിയിലെന്നതാണ് A റഹീം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. യുവ നേതാക്കളാണ് ഈ സിൻഡിക്കേറ്റിലുള്ളത്. കോൺഗ്രസിലെ സീനിയർ നേതാക്കൾക്ക് പോലും ഇവരെ ഭയമാണ് എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CPM ഇടതുപക്ഷമാകെ ഈ വിഷയത്തെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുൾപ്പെടെ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ അകത്ത് ഭിന്നത രൂപപ്പെടുക ഉറപ്പല്ലേ. ഈ ജീർണത പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സംഘർഷാത്മകമായ സാഹചര്യം കോൺഗ്രസിലുണ്ടാവും. ഏതായാലും പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ പീഡനത്തിൻ്റെയും ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം. ഞാനത് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല.
എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വിട്ടതാണത്. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അത് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ അങ്ങേയറ്റത്തെ ജീർണതയാണ് പ്രകടമാകുന്നത്. കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവ പ്രവർത്തകനെ പോലെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ വിവരം അവസാനത്തെ ഒരു TV ചാനൽ അവതരിപ്പിച്ച അവസാനത്തെ ക്ലിപ്പിംഗ് കേട്ടതിന് ശേഷം പിന്നീട് ആ പെൺകുട്ടി പരാതി നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്ന് വാർത്ത വരുന്ന നിമിഷം അപ്പോഴാണ് ഓഫീസും കൂട്ടി രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോയത്. ഇത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് സർവനാശത്തിലേക്കാണ്. കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളെയൊക്കെ അംഗീകരിക്കുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചില്ലേ? സോണിയാഗാന്ധി നയിക്കുന്നൊരു പാർട്ടിയല്ലേ? എങ്ങനെയാണ് ഇതിന് ന്യായീകരിക്കാൻ, ഇത്തരമൊരു ഹീനകൃത്യത്തെ ന്യായീകരിക്കാൻ കോൺഗ്രസിലെ കുറേ നേതാക്കൾക്കെങ്കിലും കഴിയുന്നത്? അതാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ തകർന്ന് നശിക്കുകയാണ്. ആ നാശം അതിവേഗത്തിലുണ്ടാകും. കോൺഗ്രസ് പാർട്ടിയുടെ ഈ അഭിപ്രായമുള്ള നേതാക്കളും എല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം, അവർക്ക് പെൺമക്കളില്ലേ, ഭാര്യമാരില്ലേ? ഈ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? കോൺഗ്രസ് ഒരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു. പണം, അതോടൊപ്പം തന്നെ അമിതാധികാരം, പിന്നെ എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം ചേർന്ന് വരുന്നൊരു മാഫിയ കൾച്ചർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ തടവറയിലാണ് കോൺഗ്രസ്. അവർ വരയ്ക്കുന്ന വരയുടെ പുറത്തു പോയി കളിക്കാൻ ഉയർന്ന നേതാക്കൾക്ക് പോലും ഇന്ന് ഭയമാണ്. ഇതാണ് CPM നേതാക്കൾക്ക് പറയാനുള്ളത്. ഒപ്പം BJPയും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത് തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. K. സുരേന്ദ്രൻ പറയുന്നു കോൺഗ്രസിന് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തതെന്ന് നേതാക്കൾ പറയുമ്പോൾ ആ പരാതി പോലീസിന് കൈമാറാൻ നേതാക്കൾ തയ്യാറാകണമെന്നൊരു ആവശ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണക്കൊള്ള ഇതുകൊണ്ട് മറയ്ക്കാമെന്ന് കരുതേണ്ട എന്നതാണ്. മാത്രവുമല്ല, ഈ മോശപ്പെട്ട വ്യക്തിയെ പാലക്കാട് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്നതൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായും ഇതിനെ ഉയർത്തിക്കാട്ടുകയും പ്രചരണ വിഷയമാക്കുകയും ഒക്കെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് സ്വാഭാവികമായും രാഹുലിനെ പോലെ ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവന്ന ആരോപണ വിധേയനായതിനു ശേഷവും സർവ്വസ്വാതന്ത്ര്യവും അനുവദിച്ച പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ നിലപാടുകളിലെ വ്യക്തതക്കുറവും നടപടികളിലെ പോരായ്മകളും തന്നെയാണ് അവർ ഇപ്പോൾ അനുഭവിക്കുന്ന. ഈ സാഹചര്യത്തിന് പിന്നിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ആ പെൺകുട്ടിയെ പ്രകോപിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച് ഒരു പരാതി കൊടുക്കുന്നതിലേക്ക് നയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. അത് ആ പ്രശ്നം ഉയർന്നു വന്നതിന് ശേഷവും അത് കൈകാര്യം ചെയ്തതിലെ രീതിയാണ്, വടി കൊടുത്ത് അടി മേടിക്കുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറിയതെന്ന് രാജ്മോഹൻ പറഞ്ഞതാണ്. ഇപ്പോഴും സമൂഹ മാധ്യമങ്ങൾ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി രാഹുൽ അനുകൂല സൈബർ പട ആ പെൺകുട്ടിയെ വേട്ടയാടുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ ഇരയാക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ യാതൊരു വിധത്തിലുമുള്ള ഐഡന്റിറ്റി പുറത്തു വിടുന്നത് കുറ്റകരമാണെന്നിരിക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ നടക്കുന്നത്. വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയാണ് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇരയെ പൊതുസമൂഹത്തിന് തിരിച്ചറിയാനാവുന്ന വിധത്തിൽ പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടിക്ക് പരാതിക്കാരി ഒരുങ്ങുന്നു എന്ന കാര്യമാണ് അവരോട് പറയാനുള്ളത്. ആ പെൺകുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ മറികടന്ന് നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുന്ന പെൺകുട്ടിയാണ്. ഇനി അതിനെ പിന്തിരിപ്പിക്കാമെന്ന് കരുതേണ്ട. ഇത് രാജ്യത്തെ നിയമം അനുവദിക്കുന്നതല്ല. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അതിനെ വേട്ടയാടാനുള്ള ശ്രമം നേരം വൈകുന്നേരത്തിൽ അക്കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നതാണ്. അവിടെ ആകെ കോൺഗ്രസിന്റെ കയ്യിലുള്ള 3 സംസ്ഥാനങ്ങൾ, അതിൽ ഏറ്റവും വലിയ സംസ്ഥാനം കോൺഗ്രസിൽ കൈവിടേണ്ടി വരുമോ, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രശ്നങ്ങൾ വഷളാകുമോ എന്നൊക്കെ തോന്നിയിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ സാഹചര്യം. ഹൈക്കമാൻഡിന്റെ ശക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഹൈക്കമാൻഡിന് മുന്നിൽ ചർച്ചകൾക്ക് എത്തുന്നതിന് മുൻപ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്ന കർശന നിർദ്ദേശം KC വേണുഗോപാൽ ഇരു നേതാക്കൾക്കും നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത്. സിദ്ധാരാമയ്യയുടെ ഔദ്യോഗിക
വസതിയിലെത്തി ഭക്ഷണം കഴിച്ച് ഇരു നേതാക്കളും പിരിഞ്ഞിരിക്കുകയാണ്. അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രശ്നപരിഹാരത്തിന്റെ സൂചനകൾ നൽകിയിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നത് പറഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ട്, മാധ്യമങ്ങളുടെ ചിത്രീകരണത്തെ പഴിച്ചുകൊണ്ട് മാത്രമാണ് ഇരു നേതാക്കളും ഇന്ന് സംസാരിച്ചത്. അപ്പോൾ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഇരുവരും ഒഴിഞ്ഞു മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇരു നേതാക്കളും നൽകിയത്. ഹൈക്കമാൻഡിന്റെ ഇടപെടലാണ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന താൽക്കാലിക വെടിനിർത്തലിന് ശേഷം ഈ ഡൽഹിയിലേക്ക് നടത്താനിരുന്ന യാത്ര ഇരു നേതാക്കളും തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും എന്ന കാര്യം ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് സിദ്ധാരാമയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ. പക്ഷേ ഉടൻ അതിലേക്ക് കടക്കുന്നില്ല. ആ ചർച്ചകൾക്കായി ഉടൻ രണ്ട് നേതാക്കളും ഡൽഹിക്ക് പോകുന്നതുമില്ല എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഈ DK ശിവകുമാർ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഞങ്ങൾ കോൺഗ്രസുകാരാണ്, പാർട്ടിയാണ് ഞങ്ങൾക്ക് മുഖ്യം, പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ദൗത്യം, അതിന് ഒരുമിച്ച് മുന്നോട്ട് പോകും എന്നതാണ് DK ശിവകുമാർ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത്. മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ടാണ് സിദ്ധാരാമയ്യ പ്രതികരിച്ചത്. എല്ലാ കൺഫ്യൂഷനും ഉണ്ടാക്കിയത് മീഡിയ റിപ്പോർട്ട്സ് ആണ് എന്ന് പറയുന്നു. ഫോൾസ് അലിഗേഷൻസ് ആണ് ഈ ഉയർത്തിയത് എല്ലാം, മാധ്യമങ്ങൾ ഉയർത്തിയതെല്ലാം ഫോൾസ് അലിഗേഷൻസ് ആണ് എന്നതാണ് സിദ്ധാരാമയ്യ ഇതിനുശേഷം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇരു നേതാക്കളുടെയും പ്രതികരണം. Today myself and the Honorable Chief Minister, we had a breakfast meeting, and Mr. CM is also going to come for a lunch or dinner within next few days to my residence. We all have joined together, we have worked together. The party, as the entire workers of the state, have jointly supported us, and the people of Karnataka. The unity will continue. We are together. Myself and the President of the KPCC and Deputy Chief Minister, Mr. DK Shivkumar, and myself are single. We are in the. അപ്പോൾ നിയമസഭയുടെ സമ്മേളനം ചേരാനിരിക്കുകയാണ്. അപ്പോൾ ശീതകാല സമ്മേളനം കഴിയുന്നതുവരെ ഇനി പ്രശ്നങ്ങൾ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇരു നേതാക്കളും പാലിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രസ്താവനകളും ഉണ്ടാകരുത് എന്നൊരു നിർദ്ദേശമുണ്ട്. അതും ഇപ്പോൾ പാലിക്കപ്പെടും. തൽക്കാലത്തേക്ക് ഡൽഹി യാത്ര ഉൾപ്പെടെ മാറ്റിവെച്ചുകൊണ്ട് ഇരുവരും സഹകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം BJP ഈ വിഷയത്തെ വലിയ രാഷ്ട്രീയമായി ഉപയോഗിക്കാനൊക്കെയുള്ള നീക്കം നടത്തിയിരുന്നു. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് അല്ല, ഇതൊരു ബ്രേക്കിംഗ് മീറ്റിംഗ് ആണ്, എന്നാൽ രണ്ടുപേരും തല്ലിപ്പിരിയാനുള്ള മീറ്റിംഗ് ആണ് എന്ന തരത്തിലൊക്കെയാണ് BJP വിഷയത്തെ കാണുന്നത്. മാത്രവുമല്ല, ഈ നിയമസഭാ സമ്മേളന കാലയളവിൽ ഇരുവരും ഒരുമിച്ച് നിൽക്കാൻ കോൺഗ്രസിലെ DKയും സിദ്ധുവും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ ഈ സഭാ സമ്മേളനത്തിൽ പൂർണ്ണമായും ഉയർത്തിക്കാട്ടുക എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. ആ നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. നമുക്കറിയാം, ഈ വിഷയത്തിൽ 2.5 വർഷം കഴിയുമ്പോൾ ഭരണമാറ്റം എന്നത് ഉറപ്പു നൽകിയിരുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ DK നൽകിക്കൊണ്ടിരുന്നത്. അദ്ദേഹം വാക്ക് ആണ് ഏറ്റവും വലിയ ശക്തി എന്ന കാര്യം പറയുകയും അത് പോസ്റ്റാക്കി ഇടുകയും ഒക്കെ ചെയ്തതാണ്. ആരായാലും വാക്ക് പാലിക്കണം എന്നതിന്റെ പ്രാധാന്യം അദ്ദേഹം ഉയർത്തിക്കാട്ടിയതാണ്. പക്ഷേ DKക്ക് ഇപ്പോൾ പിന്നോട്ട് പോകേണ്ടി വന്നിരിക്കുകയാണ്. DKയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പാർട്ടിയിൽ പിന്തുണ കുറവാണ്, MLA-മാരുടെ പിന്തുണ കുറവാണ് എന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ DKക്ക് പിന്നോട്ട് പോകേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. 100-ലധികം MLA-മാരുടെ പിന്തുണ സിദ്ധാരാമയ്യയ്ക്കാണ് ഇപ്പോഴും ഉള്ളത്. മാത്രവുമല്ല, സാമുദായിക സമവാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്തുണ കൂടുതലും സിദ്ധാരാമയ്യയ്ക്കാണ് അനുകൂലമായിട്ടുള്ളത്. സിദ്ധാരാമയ്യയെ പിണക്കിക്കൊണ്ട് കോൺഗ്രസിന് കർണാടകയിൽ മുന്നോട്ട് പോകുക സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. 3 വർഷം തുടരണം എന്ന ഒരു നിർദ്ദേശമാണ് അവസാനം സിദ്ധാരാമയ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ സിദ്ധാരാമയ്യയെ പിണക്കിയാൽ കോൺഗ്രസിന് അടിപതറും എന്നത് ഹൈക്കമാൻഡിന് പോലും ബോധ്യമുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് DK ശിവകുമാറിനോട് കൂടുതൽ ആഭിമുഖ്യമുണ്ട് എന്ന വാർത്തകൾ വന്നു. പക്ഷേ പാർട്ടിയിലെ പിന്തുണക്കുറവാണ് അദ്ദേഹത്തിന് പ്രശ്നമായിരിക്കുന്നത്. ഒക്കലിംഗ സമുദായത്തിന്റെ വോട്ട് കഴിഞ്ഞ തവണ JDSൽ നിന്ന് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് DK ആണ്. മാത്രവുമല്ല, വലിയ രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും DK വലിയ ഉപകാരിയാണ്. പക്ഷേ പാർട്ടിയിലെ MLA-മാരുടെ പിന്തുണ ഇല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ക്ലെയിം ചെയ്യാൻ അദ്ദേഹത്തെ സംബന്ധിച്ചാവില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ DKയ്ക്കും പിന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടിരിക്കുന്നത്. എന്തായാലും പരസ്യമായ വിഴുപ്പലക്കലിലേക്ക് വരെ എത്തിയതാണ് ഈ
അധികാര തർക്കം അവിടെ നിന്ന് താൽക്കാലിക വെടിനിർത്തലിലേക്ക് പോകുന്നു. കെ സി വേണുഗോപാലിന്റെ ഇടപെടൽ ആ വിഷയത്തിൽ നിർണായകമായിട്ടുണ്ട്. മാത്രവുമല്ല, ഹൈക്കമാൻഡിന് മുന്നിൽ ഇനി എങ്ങനെ ഈ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും എന്നത് ഒരു വലിയ ചോദ്യമായി ഉയരുകയാണ്. ഡി കെയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള അവകാശവാദം പൂർണ്ണമായും പിൻവലിക്കുക സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു ഉറപ്പ് നൽകിയിരുന്നതാണ്. അപ്പോൾ വാക്ക് പാലിക്കുന്നില്ല ഹൈക്കമാൻഡ് എന്ന വലിയ ബോധ്യം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അപ്പോഴും ഈ പിന്തുണക്കുറവും മറ്റും കൊണ്ട് അദ്ദേഹത്തിന് ആ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ട് വലിയേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. സിദ്ധാരാമയ്യയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ വലുതാണ്. ഈ BJP ബാന്ധവം, അമിത്ഷായുടെ ചടങ്ങിൽ പങ്കെടുത്തത്, ഗണഗീതം പാടിയത് തുടങ്ങിയവ ഉൾപ്പെടുത്തി DKയ്ക്കെതിരെ വലിയ ഒരു റിപ്പോർട്ട് തന്നെ ഹൈക്കമാൻഡിന് സിദ്ധാരാമയ്യ നൽകിയിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊക്കെ കണക്കിലെടുത്ത് പ്രശ്ന പരിഹാരത്തിന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ ഹൈക്കമാൻഡിന് കുറച്ചുകൂടി സമയം കിട്ടുന്നു എന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സാഹചര്യം. പ്രശ്നം പരിഹരിച്ചു എന്നതല്ല, പ്രശ്ന പരിഹാരത്തിന് ഹൈക്കമാൻഡിന് കുറച്ച് സമയം ലഭിച്ചിട്ടുണ്ട്, അതിനുള്ളൊരു സാവകാശം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ് കർണാടകയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് മൂന്നാമതും വരുമോ? ട്രംപ് അധികാരം ഏറ്റെടുത്തിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ എങ്കിലും ഇതിനോടകം തന്നെ നിരവധി തവണ ഉയർന്നിട്ടുള്ള ചോദ്യമാണ് ട്രംപിനൊരു മൂന്നാം ടേം ഉണ്ടാകുമോ എന്നത്. അത് ട്രംപിന്റെ തന്നെ ആഗ്രഹമാണ്. ട്രംപ് തന്നെ ആ ചോദ്യങ്ങളിലേക്ക് നയിപ്പിക്കുന്നതാണ്. ആ ചോദ്യം ഇങ്ങനെ ട്രംപ് സജീവമാക്കി നിർത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും ഉയർന്നതെന്ന് ചോദിച്ചാൽ, മൂന്നാം ടേം ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുകയാണ്. അതൊരു AI ചിത്രം ഉപയോഗിച്ചാണ് ട്രംപ് അത്തരമൊരു സന്ദേശം പുറത്തേക്ക് വിടുന്നത്. 2028 ട്രംപ് എന്ന ബോർഡുമായി നിൽക്കുന്ന ട്രംപിന്റെ ഒരു ഫോട്ടോ ട്രംപ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടായ ട്രൂത്തിൽ കൊടുത്തതോടുകൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ചർച്ച വീണ്ടും സജീവമാകുന്നത്. ട്രംപ് 2028 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു AI ചിത്രമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സാധ്യത അദ്ദേഹം തള്ളുന്നില്ല. എപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നാലും അദ്ദേഹം ആ സാധ്യത തള്ളിയിട്ടില്ല. ട്രംപ് വീണ്ടും മത്സരിക്കുന്നത് പരിഗണിക്കണമെന്ന് വാദിക്കുന്നവരിൽ ഒരാളാണ് വൈറ്റ് ഹൗസിന്റെ മുൻ തന്ത്രജ്ഞനായ സ്റ്റീവ് ബാനർ. അപ്പോൾ ഈ സ്റ്റീവ് ബാനർ കഴിഞ്ഞ ഒരു തവണ ട്രംപിന് മൂന്നാം തവണയും മത്സരിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റിൽ പറയുന്നു. ആ പോഡ്കാസ്റ്റിനെ കുറിച്ച് ട്രംപിനോട് ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ ഈ US ഭരണഘടന അനുസരിച്ച് 2 ടേമേ ഒരു പ്രസിഡന്റിന് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ചോദ്യം വരുമ്പോൾ ട്രംപ് അത് തള്ളാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ട്രംപ് ഒരു ഘട്ടത്തിലും ഇതിന്റെ സാധ്യത പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് നമ്മൾ കാണണം. തനിക്ക് വീണ്ടും പ്രസിഡന്റ് ആകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എക്കാലത്തെയും വലിയ പിന്തുണയും തനിക്കുണ്ട്. മൂന്നാമതും പ്രസിഡന്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചോദ്യം വരുമ്പോൾ പിന്തുണയൊക്കെയുണ്ട്, ആഗ്രഹവുമുണ്ട്, പക്ഷേ ഇല്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഭരണഘടന വിരുദ്ധമായി മൂന്നാം തവണയും മത്സരിക്കണമെന്ന ഈ സ്റ്റീവ് ബാനറിന്റെ നിർദ്ദേശത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും അതിന്റെ സാധ്യത അദ്ദേഹം പൂർണ്ണമായും തള്ളിയിട്ടില്ല. പക്ഷേ ഭരണഘടന അനുവദിക്കുന്നില്ലല്ലോ എന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടുകയും മാത്രവുമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിക്കും മറ്റ് നേതാക്കൾ ഉണ്ട്, ധാരാളം പേർ കഴിവുറ്റവരുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയുമാണ് കഴിഞ്ഞ തവണ ഈ സ്റ്റീവ് ബാനറിന്റെ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് ചെയ്തിരുന്നത്. അപ്പോൾ അത് JD വാൻസ് ആണ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, മാർക്കോ റൂബിയോ, ഇവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആകാൻ പറ്റുന്ന നിരവധി പേരുണ്ട് എന്ന് പറഞ്ഞ് ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകുകയും ഒപ്പം തന്നെ മത്സരിക്കാൻ അല്ലെങ്കിൽ തനിക്ക് മൂന്നാമതും വരാൻ ആഗ്രഹമുണ്ട് എന്ന് ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2 തവണയിൽ കൂടുതൽ അധികാരത്തിൽ വരിക എന്നത് അമേരിക്കൻ ഭരണഘടന അനുവദിക്കുന്നതല്ല. അത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. അതാണ് ഇപ്പോൾ ട്രംപിന് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ട്രംപിന് മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട്, അദ്ദേഹം തന്നെ ആവർത്തിച്ചത് പ്രകടിപ്പിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും ആ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ട്രംപ് തന്നെ ഈ മൂന്നാം തവണയും ട്രംപ് എന്നതിൻ്റെ ക്യാപ്പൊക്കെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് കൊടുക്കുകയും അത്തരമൊരു ചർച്ച ഉയർത്തിവിടുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ട്രംപിൻ്റെ ഉള്ളിലിരിക്കുന്ന ആഗ്രഹങ്ങൾ പല വിധത്തിൽ ട്രംപ് പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഈ
AI ചിത്രം. 2028 തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന പ്രചാരണം നേരത്തെയും ചോദ്യങ്ങളായി വരുമ്പോൾ ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നു. നിയമപരമായി അതിന് കഴിയുമെങ്കിലും മത്സരിക്കില്ല എന്ന് ട്രംപ് പറയുകയാണ്. അത് നല്ല നീക്കമല്ല, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നതൊക്കെയാണ് ട്രംപ് കാരണമായി പറഞ്ഞത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3ാം തവണ മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് മെയ് മാസത്തിൽ ഈ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഈ തടസ്സം ഭരണഘടന തന്നെയാണ്. അതുകൊണ്ടാണ് ട്രംപ് ആവർത്തിച്ച് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. US ഭരണഘടനയുടെ 22ാം ഭേദഗതി അനുസരിച്ച് ഒരാൾക്ക് 2 തവണയിലധികം പ്രസിഡന്റ് ആകാൻ കഴിയില്ല. ട്രംപ് ആദ്യമായി 2017 പ്രസിഡന്റ് ആകുന്നു. പിന്നീട് ഇത് ട്രംപിന്റെ 2ാം ടേമാണ്. US ഭരണഘടനയുടെ 22ാം ഭേദഗതി 1951 പ്രാബല്യത്തിൽ വന്നത്. ഒരാളെയും 2 തവണയിൽ കൂടുതൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാൻ ഈ ഭരണഘടന പ്രകാരം നടക്കില്ല. അതുകൊണ്ട് ഇനി ഭരണഘടന ഭേദഗതി ചെയ്ത് ട്രംപ് അത്തരമൊരു നീക്കം നടത്തുമോ എന്ന ഒരു സംശയം കൂടി ഉയരുകയാണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് അമേരിക്കയിൽ 2 തവണയിൽ കൂടുതൽ പ്രസിഡന്റ് ആയിട്ടുള്ള ഏക വ്യക്തി. 32ാമത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. 4 ടേം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് 1933 മുതൽ 1945 മരിക്കുന്നത് വരെ അദ്ദേഹം പ്രസിഡന്റായി തുടർന്നിരുന്നു. അതിനുശേഷം 2 ടേമിൽ കൂടുതൽ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. ആ ചരിത്രം ട്രംപ് മറികടക്കുമോ എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. അതിനൊരു ഭരണഘടനാ ഭേദഗതി പോലെയുള്ള നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? ട്രംപിനെയാണ് വിശ്വസിക്കാൻ പറ്റില്ല, എന്തും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ആവർത്തിച്ച് ഈ സന്ദേശം ട്രംപ് നൽകുന്നത് അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കണം. ട്രംപ് അനുകൂലികളെ കൊണ്ട് തന്നെ ട്രംപ് ഇക്കാര്യങ്ങൾ ചർച്ചയാക്കിക്കുന്നുണ്ട്. തന്നെ പിന്തുണയ്ക്കാൻ ഒരുപാട് പേരുണ്ട്, തനിക്കിപ്പോഴും വലിയ പിന്തുണയുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുന്നത് ആ ലക്ഷ്യം വെച്ചാണോ എന്ന സംശയമാണ് വരുന്നത്. അതേസമയം ട്രംപിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ ഉൾപ്പെടെ ഉയരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. എന്തായാലും ട്രംപിന്റെ മനസ്സിലിരിപ്പാണ് ഈ ചിത്രത്തിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ശ്രീലങ്കയിൽ വലിയ നാശമാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊടിയ നാശനഷ്ടം, നിരവധി മരണങ്ങളും ഈ ചുഴലിക്കാറ്റിന്റെ കെടുതിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവിടെ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീലങ്കയിൽ. വലിയ രീതിയിലുള്ള ദുരന്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ ചുഴലിക്കാറ്റ്. മാത്രവുമല്ല, അതിപ്പോൾ ഇന്ത്യൻ തീരത്തേക്ക് നീങ്ങുന്നുണ്ട്. ആ രീതിയിൽ തമിഴ്നാട് ഭാഗത്തൊക്കെ വലിയ രീതിയിൽ, തമിഴ്നാട് ആന്ധ്ര ഭാഗത്ത് ആ മുൻകരുതലുകൾ സ്വീകരിച്ചു വരികയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉള്ള നടപടികളൊക്കെ എടുത്തു വരികയാണ്. ഈ നാശനഷ്ടം കനത്തതോടെയാണ് ഡിസംബർ 4 വരെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിട്ടുള്ളത്. ഡോക്ടർമാരുടെ ട്രേഡ് യൂണിയൻ അവരുടെ നിലപാടനുസരിച്ചാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുമാനം വന്നിരിക്കുന്നത്. കൊളംബോയുടെ തുറമുഖം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. 700-ലധികം വീടുകൾ തകർന്നതിന്റെ കണക്കുകൾ വരുന്നുണ്ട്. വെള്ളപ്പൊക്കത്തിൽ 44,192 കുടുംബങ്ങളിൽ നിന്നുള്ള 1,48,603 പേർ ദുരിതത്തിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. 5,024 കുടുംബങ്ങളിൽ നിന്നായി ഏകദേശം 14,000 ആളുകൾ 195 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നു. ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള തീവ്ര മഴയിലും വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലുമാണ് ഈ വൻ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. 100-ലേറെ പേർക്ക് ജീവൻ നഷ്ടമായതിന്റെ കണക്കുകളുണ്ട്. മണ്ണിടിച്ചിലിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ്. തലസ്ഥാനമായ കൊളംബോ അടക്കമുള്ള പ്രദേശങ്ങൾ പ്രളയഭീതിയിലാണ്. നമുക്കറിയാം അതിൻ്റെ ആ ദൃശ്യങ്ങൾ തന്നെ എത്രമാത്രം വ്യാപ്തിയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതറിയാം. ഇപ്പോൾ ഓപ്പറേഷൻ സാഗർ ബന്ധുവിൻ്റെ ഭാഗമായി ഇന്ത്യ സഹായങ്ങൾ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും അത്തരം സഹായ നീക്കങ്ങൾ ഉണ്ടാകും. നേരത്തെ 12 ടൺ ടെന്റുകൾ, ടാർപോളിൻ, ബ്ലാങ്കറ്റ്, ഭക്ഷണം എന്നിവ എത്തിച്ചു കൊടുത്തിരുന്നു. അത്തരം നടപടികൾ ഇനിയും ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ കൂടുതൽ സഹായം ശ്രീലങ്കയ്ക്ക് ആവശ്യമായി വരുമെന്നതാണ് മനസ്സിലാക്കുന്നത്. കൊളംബോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ച 64 മലയാളികൾ അവർ വിമാനത്താവളത്തിൽ 2 ദിവസത്തിലേറെയായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഭക്ഷണമോ താമസവും ഇല്ലാതെ അവർ കടുത്ത ദുരിതം അനുഭവിക്കുന്നതിന്റെ വാർത്തകളൊക്കെ വന്നിരുന്നു. തമിഴ്നാട്ടിലും ഇപ്പോൾ വലിയ ആശങ്കയാണ്. തമിഴ്നാട് തീരത്തേക്ക് ചുഴലിക്കാറ്റ് അടുക്കുന്നു എന്ന വിവരമാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശത്തിന്റെ തെക്ക് തീരങ്ങൾ എന്നിവിടങ്ങളിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചെന്നൈ ഉൾപ്പെടെ 14 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തഞ്ചാവൂർ, തിരുവാരൂർ, നാഗപട്ടണം, മയിലാടുതുറൈ എന്നിവിടങ്ങളിൽ റെഡ് അലർട്ടാണ്. 7 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്ര സർക്കാരുകൾ സ്ഥിതി വിലയിരുത്തി വരികയാണ്. അപ്പോൾ 240 പേരടങ്ങുന്ന 8 NDRF സംഘങ്ങളെ വിവിധയിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യം. എന്തായാലും വലിയ ദുരന്തം ഒഴിവാക്കി
ഒഴിവാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ കേടുപാടുകൾ ഉണ്ടാക്കാതെ അത് കടന്നു പോകട്ടെ എന്നത് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. എന്തായാലും ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും മലേഷ്യയിലും ഒക്കെ വലിയ മഴയും പ്രളയവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ദുരന്തമുണ്ടാക്കുകയാണ്. തായ്ലൻഡിലെ സാഹചര്യം നമ്മൾ നേരം വൈകുന്നേരത്തിൽ കണ്ടതാണ്. 300 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് അവർക്കവിടെ ലഭിച്ചത്, വലിയ ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഈ 3 രാഷ്ട്രങ്ങളിലുമായി 400-ലേറെ മരണമുണ്ടായിരിക്കുകയാണ്. ഇന്തോനേഷ്യയിൽ 300ഓളം മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം, അവിടെ 100-ലധികം പേരെ കാണാനില്ല എന്നൊരു സാഹചര്യമുണ്ട്. തായ്ലൻഡിൽ 145 മരണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിലൊക്കെ വലിയ ദുരിതത്തിൻ്റെ, കൊടിയ പ്രളയത്തിൻ്റെയൊക്കെ കാലമാണ്. അപ്പോൾ എല്ലാം മനുഷ്യരാണ്, അവരുടെയൊക്കെ ദുരിതത്തിൽ നമുക്ക് ഒപ്പം നിൽക്കാം. ഇന്ത്യ ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് സഹായം എത്തിക്കുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റ് രാഷ്ട്രങ്ങൾക്ക് അവരോടുള്ള സഹായം ഉറപ്പുവരുത്താനൊക്കെയുള്ളൊരു സമയമാണ്. എന്തായാലും കാലാവസ്ഥ വലിയ വില്ലനായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഈ ഏഷ്യൻ മേഖലകളിൽ ഉള്ളത്. നമ്മുടെ സമയം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.